നമസ്കാരം. പി സി ജോർജ് ഒടുവിൽ ജയിലിലായി. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റിമാൻഡ് തടവുകാരുടെ സെല്ലിൽ ഇട്ടിരിക്കുന്നു എന്ന് മാത്രം. ജയിലിനേക്കാൾ ഭേദമാണ് ജയിലല്ല, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പക്ഷേ നിയമപരമായി പി സി ജോർജ് ജയിലിലായി. 14 ദിവസത്തേക്ക് പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. തീർച്ചയായും പി സി ജോർജിനെ ജയിലിലാക്കാൻ നടത്തിയ വലിയൊരു ഗൂഢാലോചന, സമസ്ത മേഖലകളിലും നടന്നൊരു ഗൂഢാലോചന. ജോർജിനെ ന്യായീകരിക്കുകയല്ല, ജോർജിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ജോർജ് പറഞ്ഞത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്, വർഗീയതയാണ്. ഒരു കാരണവശാലും ഈ നാട്ടിലെ ഒരു ജനവിഭാഗത്തെ, അത് ഏത് ജനവിഭാഗത്തെ ആണെങ്കിലും മതത്തിന്റെ പേരിൽ അടച്ചാക്ഷേപിക്കാൻ, അവരെല്ലാം വർഗീയവാദികളാണ്, അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറയാൻ ആരെയും നമ്മുടെ രാജ്യത്തെ നിയമം, ഭരണഘടന അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജോർജ് ചെയ്തത് നിയമവിരുദ്ധമായ പ്രവൃത്തി തന്നെയാണ്, ഇക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ജോർജിന് ജയിലിൽ അടയ്ക്കണം എന്നത് ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ നീതി നടപ്പിലാക്കുന്നതിന് സ്വാഭാവികമായ തീരുമാനം മാത്രമല്ല. അങ്ങനെ നീതി നടപ്പിലാക്കാനാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കഴിയേണ്ടവരുണ്ട്. വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന, പച്ചവർഗീയത, മനുഷ്യനെ മതത്തിന്റെ മതിൽക്കെട്ടിലൂടെ മാത്രം കാണുന്ന, നുണയിലൂടെ പ്രചരണം നടത്തുന്ന ധാരാളം പേരുണ്ട്. അതിന് ജാതിയും മതവും ഒന്നുമില്ല. എല്ലാ മതവിഭാഗത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ ഇത്തരം വർഗീയത, വിദ്വേഷം പറയുന്നത്. ഏറ്റവും ഒടുവിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന നേഴ്സുമാരുടെ സംഘടനയുടെ നേതാവ് ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം അയാൾ വർഗീയവാദിയാണ്, അയാൾ ഇസ്ലാമിക ശക്തികളുടെ കയ്യിലെ പാവയാണ് എന്ന് ചിലർ വിളിക്കുന്നതാണ്. എന്നെ ഞെട്ടിച്ചത്, ജാസ്മിൻ ഷായെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. അയാളുടെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഇസ്ലാമിക മൗലികവാദത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലില്ല. അയാൾ ഒരിക്കൽ പോലും മതപരമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു തെളിവുമില്ലാതെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നവർ രാവിലെയും വൈകുന്നേരവും ഇരുന്ന് എഴുന്നള്ളിക്കുന്നത്, വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് വർഗീയതയുടെ ലക്ഷണമാണ്. അതിനപ്പുറത്തേക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. യേശുക്രിസ്തു പിഴച്ചു പറ്റതാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ചില മതപണ്ഡിതന്മാർ ഒരു വലിയ വിശ്വാസ സമൂഹത്തെ മുറിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ഒരു സ്വാമിയുടെ വേഷം കെട്ടി ഇസ്ലാമിക ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് പറയുന്നതിന് അറപ്പാണ്. പണ്ട് ഫിനോയിൽ കച്ചവടമായിരുന്നു. രാവിലെയും വൈകുന്നേരം അവനിരുന്നുകൊണ്ട് ഹിന്ദു വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും എത്ര ഭയാനകമാണ് അപഹസിക്കുന്നത്. കുംഭമേളയെ കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് കേട്ടാൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുകയും എന്തെങ്കിലും ചെയ്യുകയും ചെയ്താൽ പോലും അത്ഭുതപ്പെടുക. അത്തരത്തിൽ വൃത്തികേട് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ വൃത്തികേടുകൾ മാത്രം പറയുന്ന, വർഗീയത മാത്രം പറയുന്ന ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കെതിരെ ഒന്നും ഒരു കുറ്റവും ചുമത്തപ്പെട്ടിട്ടില്ല. ചുമത്തപ്പെട്ടാൽ പോലും അവരാരും അറസ്റ്റിലാകുന്നില്ല. ഇനി ഇതൊക്കെ പോട്ടെ, ജോർജിനെ ജയിലിലാക്കുന്നതിന് കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിച്ച ഒരു മാധ്യമ സ്ഥാപനമുണ്ട്, മീഡിയ. അവരുടെ ആവശ്യമായിരുന്നു ജോർജ് ജയിലിലാവുക എന്നത്. അവർ ദിവസവും തട്ടിവിടുന്ന വർഗീയതയും നുണപ്രചരണവും എത്ര ശക്തമാണ്. പക്ഷെ എന്നിട്ടും ജോർജിലേക്ക് എത്തുന്നു. ഞാൻ ജോർജിന് ജാമ്യം നിഷേധിച്ച കോടതി സംവിധാനത്തെ കുറ്റം പറയുകയല്ല. കോടതിയുടെ മുമ്പിൽ നിയമവും തെളിവുകളുമാണ് പ്രധാനപ്പെട്ടത്. ജോർജിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ജാമ്യം നിഷേധിക്കാവുന്നതാണ്. ജോർജ് സമാനമായ കുറ്റകൃത്യം നേരത്തെ ചെയ്യുകയും അതിന് പേരിൽ ജാമ്യം കൊടുക്കുക ചെയ്തിട്ടും അത് ആവർത്തിക്കുകയും ചെയ്തു എന്നത് കോടതിക്ക് ജാമ്യം നിഷേധിക്കാൻ ഉതകുന്ന ന്യായം തന്നെയാണ്. എന്നാൽ ജോർജിനേക്കാൾ വർഗീയത പറയുന്നവർ എന്തുകൊണ്ട് വിട്ടുപോകുന്നു എന്ന ചോദ്യം നമ്മൾ ഉന്നയിച്ച മതിയാവും. അതാണ് പറഞ്ഞത്, കേവലം നിയമം നടപ്പിലാക്കൽ മാത്രമല്ല, നിയമവാഴ്ചയുടെ ഭാഗം മാത്രമല്ല, ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ അടച്ചേ മതിയാവൂ എന്ന വാശിയിൽ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ്. ജോർജ് അതിനെ മറികടക്കാൻ ചില നാടകീയ നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ നീക്കങ്ങൾ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു. അതിൽ തന്നെ ജോർജിന് മികവ് കാണേണ്ടത് പോലീസിന് മുമ്പിൽ കീഴടങ്ങുമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈരാറ്റുപെട്ട പോലീസിൽ ജോർജിനെ കാത്തിരിക്കുന്നു. ജോർജിന്റെ വസതിക്ക് മുമ്പിൽ വലിയ പോലീസ് സന്നാഹം, മാധ്യമ പ്രവർത്തകർ അവിടെയുണ്ട്, ജോർജിന്റെ മകൻ അവിടെയുണ്ട്. ജോർജിന്റെ മകനില്ലാതെ ജോർജ് ഒരിക്കലും ഒരിടത്തേക്ക് പോവില്ല എന്ന് അവർക്കറിയാം. അങ്ങനെ ജോർജ് തന്റെ വസതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്ന് കരുതി മാധ്യമ പ്രവർത്തകർ കാത്തു നിൽക്കുന്നു. പോലീസ് തയ്യാറെടുത്ത് നിൽക്കുന്നു. പക്ഷേ ജോർജ് മകനെ വീട്ടിലിരുത്തിയിട്ട് മരുമകളുമായി നേരെ കോടതിയിൽ ഹാജരായി കീഴടങ്ങി. ഇത് വളരെ തന്ത്രപരമായ നീക്കമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയാൽ അവർക്ക് 24 മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കാം. അതിനുശേഷം കോടതിയിൽ കൊണ്ടുപോയാൽ മതി. ജോർജ് ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പാണ് കീഴടങ്ങുന്നത്. അങ്ങനെ കീഴടങ്ങിയാൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതാണ് നിയമം. തീർച്ചയായും ജോർജിനെ ഒരു ദിവസം മുഴുവൻ അവർ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുത്തുമായിരുന്നു എന്ന് തീർച്ചയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജോർജ് പോയത്. ആ ഘട്ടം വിജയിച്ചു. കാരണം ജോർജിനെ പോലീസ് കസ്റ്റഡി ചോദിച്ചത് 2 ദിവസമാണ്. പക്ഷേ
കോടതി ജോർജിന് 2-3 മണിക്കൂർ കൊടുത്തു. ഏതാണ്ട് 2 മണിക്ക് ശേഷമാണ് കോടതി ജോർജിനെ കസ്റ്റഡിയിൽ കൊടുക്കുന്നത്. പക്ഷെ 6 മണിക്ക് ഹാജരാക്കാൻ പറഞ്ഞു. പോലീസ് അതിന് മുമ്പ് ഹാജരാക്കി. 2 മണിക്കൂർ മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നത് വലിയ നേട്ടമാണ്. പക്ഷെ അതിനുശേഷം ജോർജിന് ജാമ്യം കിട്ടിയില്ല. ജയിലിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം ആ മജിസ്ട്രേറ്റിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി ഈ കേസിലെടുത്തിരിക്കുന്ന നിലപാടാണ്. ജോർജിന് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ്. ജോർജ് സമാനമായ കുറ്റം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തുടരാൻ അവകാശമില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് താഴെയുള്ള ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് ജോർജിന് ജാമ്യം കൊടുക്കാൻ കഴിയുന്നത്? ജോർജും അത് പ്രതീക്ഷിച്ചിരുന്നു, ജയിലിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് പ്രത്യേകം ഒരു കാര്യം ചെയ്തു. താലൂക്ക് ആശുപത്രിയിൽ പരിശോധിക്കേണ്ട, മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞ് കോട്ടയത്ത് പോയി ECG വേരിയേഷൻ കണ്ടു. ജോർജിന്റെ ഷുഗർ ലെവലിലും പ്രഷർ ലെവലിലും വലിയ വ്യത്യാസം കണ്ടു. ജോർജിനെ ICUവിൽ പ്രവേശിപ്പിച്ചു. ജോർജ് എത്ര ദിവസം ICUവിൽ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. 48 മണിക്കൂറാണ് നിരീക്ഷണം പറഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിൽ, അതായത് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഈ കാലയളവിൽ ജോർജിന് ജാമ്യം കിട്ടിയാൽ പുറത്തു വരാം. പക്ഷെ ജാമ്യം കിട്ടുമോ? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഹൈക്കോടതിയുടെ അതിശക്തമായ നിരീക്ഷണമുണ്ട്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയപ്പോഴാണെങ്കിൽ പോലും അതിശക്തമായ നിരീക്ഷണമുണ്ട്. ആ ശക്തമായ നിരീക്ഷണത്തെ ജോർജ് മറികടന്ന് ജാമ്യം കിട്ടുമോ എന്ന് പ്രസക്തമായ ചോദ്യമുണ്ട്. സെഷൻസ് ജഡ്ജിയാണ് ജോർജിന് ജാമ്യം കൊടുക്കേണ്ടത്. സെഷൻസ് ജഡ്ജി വിചാരിച്ചാൽ ജോർജിന് ജാമ്യം കൊടുക്കാം. ജാമ്യം കൊടുക്കരുതെന്നൊന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. കാരണം ഈ കുറ്റകൃത്യം 3 വർഷം മാത്രം തടവാണ്. വിചാരണ തടവുകാരനെ അധികകാലം ജയിലിലാകാൻ കഴിയില്ല. ജോർജിന് ജാമ്യം നിഷേധിക്കുകയും റിമാൻഡിലാവുകയും ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ അത് പൂർത്തിയായി. പോലീസ് പറഞ്ഞത് എനിക്ക് കസ്റ്റഡി വേണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ജോർജിനെ ഇനിയും ദീർഘകാലം ജയിലിൽ അടയ്ക്കുന്ന ചോദ്യം പ്രസക്തമാവും. വേണമെങ്കിൽ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ നീക്കങ്ങൾ നടക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇതെങ്ങനെ ജോർജിനെ ബാധിക്കും? ഇതിന് പിന്നിൽ ഗൂഢാലോചന എന്താണ്? ഈ 2 കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം. ഒന്ന്, തീർച്ചയായും ഇതിന്റെ പിന്നിൽ കേവലം ഒരു നിയമം നടപ്പിലാക്കാനല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. വർഗീയത പറയുന്നവരെ ജയിലിലാക്കാനാണെങ്കിൽ ജോർജിനേക്കാൾ മുമ്പിൽ ജയിലിലാവുന്ന ഒരുപാട് പേർ അവരാരും ജയിലിലാവുന്നില്ല. ജോർജിനെ ജയിലിലാക്കാൻ ചില ഗൂഢാലോചന നടന്നിരുന്നു. അതിൽ അവർ ജോർജിന്റെ വീഴ്ച നോക്കി നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോർജിനോട് പിണക്കമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പിണറായിയുടെ ഏറ്റവും വലിയ ശത്രു VS അച്യുതാനന്ദൻ. ഇപ്പോഴല്ല, അദ്ദേഹം വൈകാതെ കിടക്കുകയാണ്. എങ്കിൽ പോലും VS ആയിരുന്നു പിണറായിയുടെ ഏറ്റവും വലിയ ശത്രു. തന്റെ പാർട്ടി പത്രത്തെയും തന്റെ പാർട്ടിയെയും ഒക്കെ VSന് ഒതുക്കാൻ വേണ്ടി പിണറായി ഉപയോഗിച്ചത്രയും തന്ത്രം പിണറായി മറ്റാർക്കെതിരെയും ഉപയോഗിച്ചിട്ട് ആ VSനെ ഒരു ജനകീയ പരിവേഷം ഉണ്ടാക്കി കൊടുത്തത്, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നാടുനീളെ VSനെ ഒരു താരപരിവേഷം ഉണ്ടാക്കി കൊടുത്തത് PC ജോർജായിരുന്നു. അതിന്റെ പിണക്കം അന്ന് മുതലേ ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പിണറായിയുടെ മകളെ കൂട്ടാൻ വേണ്ടി നടക്കുകയാണ്. അതിനുവേണ്ടി കോടതിയെ സമീപിക്കുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമ്മർദ്ദം ചെലുത്തുന്നു. അന്വേഷണം മുമ്പോട്ട് പോകുന്ന സാഹചര്യം അത് പിണറായിക്കുള്ള ഒരു വിരോധത്തിന്റെ കാരണമാണ്. എന്നാൽ കേവലം പിണറായിയുടെ വിരോധം കൊണ്ട് മാത്രം ജോർജിനെ ജയിലിലടയ്ക്കാൻ കഴിയുമായിരുന്നില്ല. പിണറായി തന്നെ വിരോധം തീർക്കാൻ 1-ലധികം തവണ ജോർജിനെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അനന്തപുരി കൺവെൻഷനിൽ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ, എറണാകുളം പാലാരിവട്ടത്ത് പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ഇതേ കുറ്റങ്ങൾ ചുമത്തി ജോർജിനെതിരെ കേസെടുത്തിരുന്നു. അതിന് ജാമ്യം കിട്ടിയത് കൊണ്ട് ഒരു പീഡന കേസിൽ ജോർജിനെ പ്രതിയാക്കി. അതിനൊക്കെ ജാമ്യം കിട്ടി രക്ഷപ്പെട്ട ആളാണ് ജോർജ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പിണക്കം മാത്രമല്ല ഒരു ഗൂഢാലോചന. ജോർജിന്റെ വീഴ്ചയും മറുനാടിന്റെ വീഴ്ചയും ഒക്കെ കാത്തിരിക്കുന്ന ഒരു വലിയ ആളുണ്ട്. അവരെ പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ചിലർക്ക് സുഡാഫികൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ തമ്മിൽ വിശേഷിപ്പിക്കുന്നു. ഈ പദങ്ങളൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പിന്നീട് മനസ്സിലാക്കി. ഞാൻ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സുഡാഫികൾ എന്ന് വിളിച്ചാൽ അത് മുസ്ലിമുകൾ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിച്ചാൽ ഇസ്ലാം വിശ്വാസത്തിൽ പുലരുന്നവരെ മൊത്തത്തിൽ കണക്ക് കൂട്ടുന്നതാണ് എന്ന വ്യാഖ്യാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കുറച്ച് മുസ്ലിമുകൾ മാത്രമേ ഈ മൗലികവാദികളായി അതിതീവ്ര മതചിന്ത തലയിൽ പിടിച്ച് മുസ്ലിം രാഷ്ട്ര നിർമ്മാണം ആഗ്രഹിച്ച് ജീവിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മറ്റു മതങ്ങളെ വെച്ച് മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് കൂടുതൽ വിശ്വാസമുണ്ടെങ്കിലും അത് തെറ്റൊന്നുമല്ല. തീവ്രതയും മനുഷ്യവിരുദ്ധതയും ഉള്ളത് വളരെ കുറച്ചു വരാം. അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിസ്റ്റുകൾ എന്ന വിശേഷണം, സുഡാഫി എന്ന പരിഹാസമൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് കൊണ്ട് അവരെ ഞാൻ ഇസ്ലാം വിരുദ്ധൻ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തലക്കെട്ടിലും തമ്മിലും ഇസ്ലാം വിരുദ്ധൻ എന്ന് കൊടുത്തത്. കാരണം പ്രവാചകന്റെ ആശയങ്ങളെ റദ്ദ് ചെയ്യാനും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് കൊലയും കൊള്ളയും നടത്തി ഇസ്ലാം മതം വളർത്താനാണ് എന്നും തെറ്റിദ്ധരിച്ച് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ, അവരെ പിന്തുണയ്ക്കുന്നവർ വാസ്തവത്തിൽ ഇസ്ലാം വിരുദ്ധരാണ്. ഇസ്ലാം വിരുദ്ധരുടെ പ്രതീകമാണ് മീഡിയയും മാധ്യമവും ഒക്കെ. അവരിതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു. PC ജോർജ് അവരുടെ ഒരു പരീക്ഷണശാലയാണ്. ഇത്തരം പരീക്ഷണങ്ങൾ അവർ പലപ്പോഴും നടത്താറുണ്ട്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ഒരു പരീക്ഷണമായിരുന്നു. ഭയം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള പരീക്ഷണം.
പി സി ജോർജിനെ തോൽപ്പിച്ചത് അവരുടെ ഒരു പരീക്ഷണമായിരുന്നു. പി സി ജോർജ് തോറ്റതോടുകൂടി അവർ സംഘടിതരാണ് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ കത്തിപ്പടരുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ട് കുറെ പേര് തൂത്തുവാരിയെടുത്ത് മോദി ജയിലിൽ അടച്ചത്. അതുകൊണ്ട് ഒരു ചെറിയ ഇടവേളയുണ്ട്. പക്ഷേ അത് മാറി വീണ്ടും ശക്തമായി വരുന്നുണ്ട്. SDPI ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് സംരക്ഷണത്തിന് വേണ്ടി രാജ്യവ്യാപകമായി നടത്തിയ പ്രകടനങ്ങൾ വ്യക്തമാവും. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പ്രകടനങ്ങൾ, കേരളത്തിലെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും സാധിക്കാത്ത വിധത്തിൽ വലിയ പ്രകടനങ്ങൾ നടത്തി വീണ്ടും തലപൊക്കി വരികയാണ്. അവരുടെ ഒരു പരീക്ഷണ വസ്തുവാണ് ജോർജിനെ ജയിലിൽ അടച്ചാൽ പലർക്കും ഭീതിയുണ്ടാവും, ഭയമുണ്ടാവും. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭീകരവാദത്തെ, മൗലികവാദത്തെ വിമർശിക്കുന്നവർ പോലും ഭയത്തിൽ മാറും. ഈ ഭയം സൃഷ്ടിച്ച് അധികാരം പിടിക്കുക എന്ന അജണ്ടയോ അതിന്റെ ഭാഗമാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനാണ് ഇക്കുറി അവർ മുസ്ലിം ലീഗിന്റെ മുമ്പിൽ നിർത്തിയത്. പരാതി കൊടുത്തത് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ലീഗിന്റെ ഒരു ചെറുപ്പക്കാരനായ യൂത്ത് ലീഗ് നേതാവാണ്. പക്ഷെ അയാൾ ഒരു പ്രതീകം മാത്രമാണ്. അയാൾ ചില ആളുകളുടെ കയ്യിൽ കളിപ്പാവ് മാത്രമാണ്. വാസ്തവത്തിൽ ജോർജിനെതിരെ നീക്കം നടത്തിയ SDPI തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ളവരുമാണ്. ഈരാറ്റുപേട്ടയുടെ പശ്ചാത്തലം നമുക്കറിയാം. എന്നാൽ അവരാരും പരാതിക്കാരൻ ലീഗുകാരാകുമ്പോൾ അതിന്റെ ഒരു തീവ്രത കുറഞ്ഞിരിക്കും. ഇതൊരു ഗൂഢാലോചനയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ജോർജിന്റെ ഹൈക്കോടതിയിലെ ജാമ്യം നിഷേധിച്ചപ്പോൾ അപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് സുപ്രീം കോടതിയിൽ പോയി മുതിർന്ന അഭിഭാഷകരുടെ സഹായത്തോടെ കവീറ്റ് എന്ന് പറയുന്നത് ഒരു കോടതിയിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്നെ കൂടി അറിയിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ജോർജിനെതിരെ പരാതി കൊടുത്തിയ അയാൾ അതുകൊണ്ട് അയാൾക്ക് അതിന് അർഹതയുണ്ട്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടായാൽ, ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഇതിലെ കക്ഷി എന്ന നിലയിൽ എന്നെ കൂടി അറിയിക്കണമെന്ന് കവീറ്റ് ഈ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് സുപ്രീം കോടതിയിൽ പോയി കൊടുക്കണമെങ്കിൽ അത് ചെറിയ കാര്യമാണ്. ജോർജ് കൂടെ അപേക്ഷ കൊടുക്കുമ്പോൾ സ്റ്റേ കിട്ടരുത്. ജോർജ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നവർ കരുതി. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് വന്നാൽ ജോർജിന് സ്റ്റേ കിട്ടരുത്. അതിനുവേണ്ടി നേരത്തെ കവീറ്റ് ഇട്ട് വെച്ചിരുന്നു. ജോർജ് സുപ്രീം കോടതിയിൽ പോയില്ല, നിയമത്തിന് വിധേയപ്പെടുത്തി. പക്ഷെ ഇങ്ങനെ മുതിർന്ന അഭിഭാഷകരെ വെച്ച് ഇത്ര കാശ് കൊടുത്ത് ഒരു കവീറ്റ് ഇട്ട് ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ ഗൂഢാലോചന നടക്കണമെങ്കിൽ അത് കേവലം ഈരാറ്റുപേട്ടയിൽ ഒരു പ്രാദേശിക ലീഗ് നേതാവിന്റെ താല്പര്യം മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം വിരുദ്ധർ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള ആളുകളുടെ വലിയൊരു ഗൂഢാലോചനയുടെ ഇരയാണ് ഒരു പരിധി വരെ ജോർജ് നിയമപരമായാണ് ജോർജിനെ അവർ പൂട്ടിയിരിക്കുന്നത്. കാരണം കോടതിയിലൂടെയാണ് അവർ പൂട്ടിയിരിക്കുന്നത്, അല്ലാതെ ചുമ്മാ പോയി പിടിച്ചിട്ടതല്ല. പക്ഷെ ജോർജിനെ ജയിലിൽ അടക്കുക എന്നത് അജണ്ടയായിരുന്നു, ഒരു പരീക്ഷണമായിരുന്നു. ജോർജിനെ ജയിലിൽ അടയ്ക്കാമെങ്കിൽ നാളെ ഞങ്ങളെ കുറിച്ച് സത്യം പറയുന്ന ആരെയും ഞങ്ങൾ ജയിലിൽ അടയ്ക്കും എന്ന് ഭീഷണി. അതുകൊണ്ട് ജോർജിന്റെ ജയിലിൽ അധികമാരും സന്തോഷിക്കേണ്ടതില്ല. നാളെ ആർക്കും ഇത് സംഭവിക്കാം. അതിശക്തമായ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള ഈ നാടിന്റെ മതേതരത്വ സ്വഭാവം നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ ഗൂഢാലോചനയുടെ ഇരയാണ് പി സി ജോർജ് എന്ന് പറയേണ്ടി വരും.